അപ്പോൾ നമുക്കിന്ന് പരിപ്പ് കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കിയാലോ. പരിപ്പും പിന്നെ മുരിങ്ങയിലയും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം പരിപ്പ് കഴുകിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ മുരിങ്ങയില നമുക്ക് വേവിക്കാം. പിന്നെ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുരിങ്ങയില മാത്രമാകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ്, അതിൻ്റെ ഒരു ചുവ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പരിപ്പ് കൂടിയിട്ടാകുമ്പോഴത്തേക്ക് അത് വേറെ തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ചുവ ഉണ്ടാവില്ല. രണ്ടും കൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ മുരിങ്ങയില അല്ലാതെ ഉണ്ട് നമ്മുടെ സാമ്പാർ ചീരയും പരിപ്പും അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ ഇത് രണ്ടും വേവിച്ച് നമുക്കതിലോട്ട് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് പച്ചമുളകും കീറിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ താളിച്ചൊഴിക്കുകയും കൂടി ചെയ്താൽ നമ്മുടെ മുരിങ്ങയില തോരൻ, പരിപ്പ് മുരിങ്ങയില തോരൻ റെഡിയായി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ തന്നെയാണ്. ഇതുപോലെ തന്നെ ഇതിനേക്കാളും ടേസ്റ്റാണ് സാമ്പാർ ചീര ആകുമ്പോഴത്തേക്ക്. മുരിങ്ങയിലയുടെ ഒരു കയ്പോ ഒന്നും അതിനുണ്ടാവില്ലല്ലോ. അപ്പോൾ അതും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ തന്നെയാണ്.